മരമതിനുയരെ കർത്താവേ കൊണ്ടാടി ചോരം കൈക്കൊണ്ടേടേണം. ശരീരപ്രകാരമായി ഏർപ്പാടത്തിന് പുറത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ അകത്ത് നിൽക്കുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി കസേരകളും പുറത്തേക്കിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുവാനുള്ള സംവിധാനങ്ങൾ ആദ്യം ശരിയാക്കിയതിനു ശേഷം മാത്രം ഭൗതിക ശരീരം ഇതിൽ നിന്ന് എടുത്താൽ മതിയാവും. അതുവരെ മറ്റുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ഒരു 5-6 പുരുഷന്മാർ മാത്രം ഇവിടെ നിൽക്കുക. ബാക്കി എല്ലാവരും പുറത്തേക്ക് കസേരകളും പുറത്തേക്കിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അടുത്ത ശുശ്രൂഷ വരെ ഇരിക്കാവുന്ന രീതിയിൽ പുറത്തേക്ക് കസേരകളെല്ലാം പുറത്തേക്ക് വെക്കാം. അറിയാം എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നിൽ ആരും. വിളിക്കൂട്ടുന്നോർക്കാൻ വെളിവാകും നാഥ നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ.
സത്യം ഭയമാർന്നിടുന്നേ കഠിന ഭയത്താൽ എന്നകത്താ ഇളകിയിടുന്നു. ജഗതീരക്ഷകനാ മശീഹ നൃപനൻ പേ കാൾവീട്ടതിന പോകുന്നേ സങ്കടപൂർവം. എന്റെ വാത്സല്യമുള്ളവരെ, യഥാർത്ഥമായും ഞാൻ ഭയപ്പെടുന്നു. വലിയ പീഡ എന്നെ ഭയപ്പെടുത്തി എന്റെ ബോധത്തെ ഇളക്കിമറിക്കുന്നു. എന്തെന്നാൽ സൃഷ്ടികളുടെ രക്ഷകനായ മശിഹാരാജൻ എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ദൂതനെ അയച്ചിരിക്കുന്നു. ഞാനിതാ വിഷാദത്തോടെ ആ സന്നിധിയിലേക്ക് പോകുന്നു. ഈ ഇടവകയെ സംബന്ധിച്ച് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയേറെ കാലം അനുഷ്ഠിക്കാൻ പിടിക്കുവാനും ചുവന്നാണ് മേഖല സൺഡേ സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം തമ്പുരാട്ടിമൂല സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ ഏത് കാര്യത്തിനും എവിടെയും ഓടിയെത്തുന്ന ഒരാളെന്നുള്ള നിലയിൽ ഏവർക്കും വളരെ സുപരിചിതയും ഏറ്റവും സ്നേഹവും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ടീച്ചർ എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെ എല്ലാ സൺഡേ സ്കൂളുകളിലെയും അധ്യാപകരും കഴിയുന്ന എല്ലാവരും തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ സമയം ചുവന്നുവണ്ണ മേഖല സൺഡേ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഇൻസ്പെക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് സാർ ഈ സമയം റീത്ത് സമർപ്പിക്കുന്നതും ഒരു നിമിഷം അനുശോചന സന്ദേശം അറിയിക്കുന്നതുമായിരിക്കും. വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന ശ്രീകണ്ഠൻ ഇവരുടെ നമുക്ക് ബുദ്ധിമുട്ട് അധികം വിദ്യാർത്ഥികൾ ഇവർക്കും യേശുക്രിസ്തുവിന്റെ ജന്മമായിട്ട് സ്നേഹമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്കൂൾ ഉണ്ടാവുന്നുള്ള ബന്ധത്തിലെ ഏറെക്കുറെ 13 വർഷത്തെ നമ്മുടെ സ്കൂൾ പരിചയം എനിക്ക് ദീർഘമായിട്ടുണ്ട്. ഞാൻ നമ്മുടെ സ്കൂൾ ജില്ലയുടെ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ടീച്ചർ തന്നെയായിരുന്നു മുടപ്പള്ളിയിലെ എത്തമ്മ. അപ്പൊ ഞാനൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ടീച്ചർ പറയും, മാഷെ എനിക്ക് മീറ്റിങ്ങിനൊക്കെ പട്ടികാട് എത്തിച്ചേരാനും അതുപോലെ തന്നെ മറ്റ് മീറ്റിങ്ങിനൊക്കെ എത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ എച്ചമ്മയെ ഒന്ന് മാറ്റി വേറെ ആളെ ചുമതലപ്പെടുത്തണമെന്ന് ടീച്ചറുടെ കിടച്ച് ഓർമ്മപ്പെടുത്തും. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറ്റേ മാസ്റ്റേഴ്സ് അഡ്മിറ്റീസോട് ഏൽപ്പിക്കുമ്പോൾ ടീച്ചർ അവരെന്തായാലും പറയും, ഒരേ സ്വരത്തിൽ പറയും, ടീച്ചറെ നേതൃസ്ഥാനത്ത് ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ടീച്ചർ എച്ച് എമ്മിന്റെ സ്ഥാനത്ത്
മാത്രം ഒരാൾ വഹിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് എന്റെ സ്മാർട്ട് സമയത്ത് ചിലപ്പോൾ പറയാറുണ്ട്. അവരങ്ങനെ തന്നെയായിരുന്നു. ടീച്ചർ ആ സ്ഥാനത്ത് വയ്യാതെ ഡോക്ടറെ കാണാൻ പോകുന്ന സാഹചര്യം വരികയും ടീച്ചർ തന്നെയായിരുന്നു എത്തുന്നു. പിന്നെയും കുറച്ചു കാലം കൂടി തുടർന്നു. പിന്നെ ടീച്ചർക്ക് തീരെ വയ്യാത്ത അവസ്ഥയിലാണ് പുതിയ അച്ഛനെല്ലാം തെരഞ്ഞെടുക്കുക. അപ്പോഴും അവർക്ക് ടീച്ചറെ മാറ്റാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം മറ്റു കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്തിരുന്നാലും ആ സ്ഥാനത്ത് നേതൃസ്ഥാനത്ത് അവര് ഏഴാം ടീച്ചർ തന്നെയാണ് കണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നേതൃസ്ഥാനത്തിലേക്ക് വരുമ്പോൾ തിരുത്തിയാലാകണം. 1-ാം അധ്യായം 23 പറയുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അത്രയെന്ന്. ടീച്ചർ സുഖമില്ലാതെ ഏകദേശം 2 വർഷത്തോളമായി സുഖമില്ലാതിരിക്കുന്നു. ഇതിനോടൊക്കെ ഞങ്ങൾ അധ്യാപകരും ഇതുപോലെ മുഴുവനും ഇൻസ്റ്റിറ്റ്യൂട്ടിലും മറ്റ് അധ്യാപകരെല്ലാം പല പ്രാവശ്യം ഈ വീട്ടിൽ വരാനും പ്രാർത്ഥിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. ഏകദേശം 3 ആഴ്ച മുമ്പ് കൂടി ഞാനും വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ വന്ന് ടീച്ചറെ കണ്ടുപോയി. ആ സാഹചര്യത്തിൽ ടീച്ചർക്ക് തീരെ ഓർമ്മയില്ല. ഞങ്ങൾ ഒട്ടും മനസ്സിലായില്ല ടീച്ചർക്ക്. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിന് മുൻപൊക്കെയും വന്നു കയറുമ്പോൾ തന്നെ ചായ കൊടുക്കുക, വെള്ളം കൊടുക്കുന്നതായ ആ കാര്യങ്ങളൊക്കെയും ടീച്ചർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് കാര്യം ഓർക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും വേർപാടെപ്പോഴും ദുഃഖം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് വിശുദ്ധവചനം പറയുന്നത്, ഒരിക്കലും മരണവും പിന്നെ ന്യായവിധിയും നമുക്ക് അനുഷ്ഠായി നിശ്ചയിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ന്യായവിധി ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർമ്മയിലിരിക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ധൈര്യപ്പെട്ട് ക്രിസ്തുവിനോട് കൂടെ പറ്റിപ്പാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. അത് അത്യുത്തമല്ലോ എന്നുള്ളതാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വേലപ്പാട് ഒരു ദുഃഖം തന്നെയാണ്. എങ്കിൽ തന്നെയും നമ്മൾ ആശ്വസിക്കാനുള്ളത് ഒരു ക്രിസ്ത്യൻ ജീവിതം തീർച്ചയായിട്ടും ഒരു പ്രൊമോഷനാണ് നമ്മൾ ഈ ടീച്ചർക്ക് പ്രകടിപ്പിച്ചിരിക്കുന്നത്. കാരണം HMന്റെ സ്ഥാനത്ത് നിന്ന് മറ്റൊരു പ്രൊമോഷനിലേക്കാണ് ടീച്ചർ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സമയത്തൊക്കെ അറിയുന്നതായ കാര്യമുണ്ട്. നമ്മുടെ മരണം തീർച്ചയായിട്ടും അത് സുനിശ്ചിതമാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമല്ല. അതുകൊണ്ടാണ് ഷുഗർ ടൈം ഈസ് നോട്ട് ഷുഗർ. മരണം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ സമയത്തിന്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നമ്മൾ ഇന്നുണ്ടെങ്കിൽ നാളെ 9-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യന്റെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം എന്നുള്ളത് ദുഃഖവും പ്രയാസവും ഒക്കെ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് മോശപ്രവാചകൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ 70 നമ്മൾ കഴിയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ഇട പറയേണ്ടവരാണ്. നമ്മുടെ പ്രത്യാശയുള്ള ജീവിതമാണ് അവിടെ നമ്മൾ തീർച്ചയായിട്ടും കാക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നു, 2 തരത്തിലുള്ള മരണത്തെക്കുറിച്ച് വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് നീതിമാന്റെ മരണവും മറ്റൊന്ന് നീതികെട്ടവന്റെ, അതായത് ദുഷ്ടന്റെ മരണവും. നമുക്കറിയാം ഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ ദൈവം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് 116-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാവുന്നു എന്ന്. തീർച്ചയായിട്ടും ടീച്ചർ ആ ഒരു 2ാമത് പറഞ്ഞ ആ ഭക്തന്റെ കണത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, യാക്കോബ് പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ എന്റെ ഓഹരി ലഭിക്കാനായിട്ട് എഴുന്നേറ്റ് വരുന്നത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ന്യായവിധിയും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തരും ഒരുങ്ങാം. ടീച്ചർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ചൂർണ്ണമണി ജില്ലയുടെ എല്ലാ അധ്യാപകരുടെയും 125 അധ്യാപകരും 800 കുട്ടികളും ചൂർണ്ണമണി ജില്ലയിലെ സംഘ സ്കൂളിലുണ്ട്. എല്ലാ അധ്യാപകരുടെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെയും മറ്റ് എല്ലാ പ്രവർത്തകരുടെയും പേരുള്ളതായ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം ഞാൻ മാത്രം രേഖപ്പെടുമാറാകട്ടെ. ഈ സമയം ടീച്ചർ അംഗമായിരിക്കുന്ന സെന്റ് മേരീസ് പ്രാർത്ഥനാ യൂണിറ്റിന്റെ അനുശോചനം അറിയിക്കുന്ന സെക്രട്ടറി ഈ സമയം അറിയിപ്പ് സമർപ്പിക്കുന്നതാണ്.
തമ്പുരാട്ടി മൂല ഇടവകയുടെ സൺഡേ സ്കൂളിന്റെ എല്ലാമായിരുന്ന ടീച്ചർക്ക് സൺഡേ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ചേർന്ന് ഒരു ആദരവ് നേരത്തെ നൽകിയിരുന്നു. എങ്കിലും ഈ സമയത്ത് ടീച്ചറുടെ ആ ദേഹവിയോഗമറിഞ്ഞ് കടന്നു വന്ന എല്ലാവരും ടീച്ചറുടെ ആ ദേഹവിയോഗത്തിന് അനുശോചനം അറിയിക്കാൻ തക്കവണ്ണം അവിടെ എത്തി. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ സമയം ഭൗതിക ശരീരത്തിന് പൂച്ചെണ്ട് സമർപ്പിച്ചുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു. സംസാരിക്കുവാൻ വാക്കുകളില്ലാത്ത അവസ്ഥയിലാണ്. എങ്കിലും അതുപോലെ അസംബ്ലി സദസ്സുകളുടെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും നമ്മുടെ എച്ചമ്മനോടുള്ള അവരുടെ സൂചിതമായി നമ്മൾ വിശ്വാസം നടത്തിയിരിക്കുകയാണ്. എല്ലാ ടീച്ചറെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം നൽകി. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറെ സന്ദർശിക്കുന്നതിന്റെ എല്ലാമായിരുന്നു. അത്രമാത്രം കാര്യങ്ങളിൽ ടീച്ചർ ഇടപെടുകയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളിലും ടീച്ചർ പല പ്രാവശ്യവും ഈ പ്രധാന അധ്യാപക സ്ഥാനത്ത് നിന്ന് മാറുവാൻ പലപ്പോഴും മാറി വന്നിട്ടുള്ള അച്ഛന്മാരൊക്കെ അതിൽ സംസാരിച്ചെങ്കിലും അവര് ടീച്ചർക്കൊരു വാക്ക് കൊടുത്തത് ഞാൻ ടീച്ചർ ആ സ്ഥാനത്ത് നിന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നടത്തിക്കാം, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നടത്തിക്കോളാം. ആ നിലയിലാണ് ഞങ്ങൾ ഒരു സഹോദര സഹോദരി എന്ന നിലപാടിലാണ് ഈ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിലും ഇവയിലും അതുപോലെ പ്രാർത്ഥനാ യൂണിറ്റിലും ഒക്കെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ടീച്ചറുടെ വേർപാട് എന്ന് പറയുന്നത് അനിവാര്യമാണെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ടീച്ചർ കടന്നു പോകുന്നില്ല. അത്രമാത്രം സ്നേഹം പകർന്നു തന്നിട്ടുള്ള കരുതലുണ്ടായിരുന്ന ഒരു ടീച്ചറായിരുന്നു ഞങ്ങളുടെ ടീച്ചർ. സംഘീയ സദസ്സുകളുടെ എല്ലാവിധമായ അനുശോചനവും ഈ കുടുംബങ്ങളോട് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നടത്തി ദൈവത്തിനോ മാത്രം ഇടവക മാർത്തവറിയം സമാജത്തിന് വേണ്ടി സെക്രട്ടറി
സെക്രട്ടറി ട്രീറ്റ് സമർപ്പിക്കും. സ്വർഗയാത്ര ചെയ്യുന്നു സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കണ്ടതിന ദുഃഖത്തെ തോടിടുന്നു എൻ സ്വദേശം കണ്ടതിനായി ദുഃഖത്തെ തോടിടുന്നു അഭയൽ പാമേരം മാത്രം എന്റെ യാത്ര തിരുവാനകയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തിരുവാ യേശുവേ നിനക്ക് സ്തോത്രം വേദം നിന്നെ കാണും ഞാൻ യേശുവേ നിനക്ക് സ്തോത്രം വേദം നിന്നെ കാണും ഞാൻ സമയമാനേകത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കണ്ടതിനാൽ ഭക്തത്തെ തോടിടുന്നു എൻ സ്വദേശം കണ്ടതിനാൽ ഭക്തത്തെ തോടിടുന്നു രാവിലെ ഞാനുണരുമ്പോ ഭാഗ്യമുള്ള നിശ്ചയം രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ള നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടപ്പം സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കണ്ടതിന നമ്മുടെ രോഗിയുടെ മുൻവികാരിയായിരുന്ന ഈ സമയം വാണിയമ്പാറ സെയിന്റ് ജോർജ് പള്ളിയുടെ വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട MP തോമസ് അച്ഛൻ അനുശോചനം അറിയിക്കുന്നു. ദേവതമാതാക്കൾക്ക് നന്ദിയ വലിയ ശ്രേഷ്ഠതയ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഈ പ്രിയ മാതാവിന് മൗനങ്ങളോട് എൻ്റെ അന്ത്യയാത്ര നൽകുക. വളരെയധികം നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന് ശേഷമാണ് ഈ അമ്മ ഈ ഭവനത്തിൽ യാത്രയാകുന്നത്. ഇടവകയെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും സൗമ്യമായി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് ഇടവകയിലായിരുന്നാലും ഭവനത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നിർവഹിച്ചതിന് ശേഷമാണ് ശ്രീമാതാവ് ഇടവകയിൽ നിന്നും തീരുമാനത്തിൽ നിന്നും ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അനുഗ്രഹകരമായ പ്രത്യാശയുള്ള ഒരു അമ്മയായിരുന്നതിനാലാണ് ഈ അനുഗ്രഹകരമായ ഒരു വേർപാട് ഇത്രയും പേർക്ക് സാക്ഷിയാകുവാനും പ്രാർത്ഥിക്കുവാനും ഒരു അവസരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. വ്യക്തിപരമായി സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്നേഹപൂർണമായ സ്മരണകളുണ്ട്. കാരണം എന്തൊരു കാര്യവും സൺഡേ സ്കൂൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടവക സംബന്ധിച്ചുണ്ടെങ്കിൽ വേറൊരാൾ കേൾക്കുപോലും അരുന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും അച്ഛൻ അറിഞ്ഞിട്ട് വേണമല്ലേ, അച്ഛൻ അറിയണം എന്ന രീതിയിൽ പള്ളിയിലെയും ഇടവകയിലെയും കാര്യങ്ങൾ സൗമ്യമായി സംസാരിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും സൗമ്യമായി മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിച്ച് അവർ നടത്തിക്കൊണ്ടു പോകാൻ വിജയത്തിലെത്തിക്കുവാൻ തക്കണം ഈ മാതാവിനെ സാധിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. മുന്നമേ സൂചിപ്പിച്ചതുപോലെ കർത്താവിന്റെ വീണ്ടും വരവിൽ ശ്രീമാതാവിനെ നമുക്ക് മാലാഖമാരോടൊപ്പം ദർശിക്കുവാൻ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാൻ തക്കവണ്ണമുള്ളത് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാത്രി പ്രാർത്ഥനയോടെ പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിച്ച പിതാക്കന്മാരെ നമസ്കാരങ്ങളും കുർബാനകളും നമ്മൾ ഓർക്കണം. ഈ മാതാവും മൗനമായി നമ്മോട് തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ നമസ്കാരങ്ങളിലും കുർബാനകളിലും എന്നെ ഓർക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും കുർബാനകളിലും ഈ പ്രിയമാതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകരമായ അനുഗ്രഹകരമായ പ്രദേശയിൽ കൃത്യമായ വാസനയൊട്ടാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹകരമായ ഒരു യാത്രയേൽപ്പ് ഈ മാതാവിന് നൽകാൻ തക്കുന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത്തരം മാതാവിനെ പ്രാർത്ഥിക്കാൻ തക്കണം. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട ഈ അപ്പച്ചന് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി, പെരുമക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഏർക്കുണ്ട്. ജീവിതത്തെ വിശുദ്ധാത്മാവിന് ശക്തി നൽകട്ടെ, സ്വർഗീയമായ സമാധാനം കൊണ്ട് കുടുംബാംഗങ്ങളെ നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിനെ ശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം. തലമുറയായി ഞങ്ങളെ സമേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനുമുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മറ്റേ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് മരണ ചെയ്യുന്നു. 1000 സംവത്സരം എന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളിച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ കഴിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ദ്രവിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവേപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെ ഗ്രഹിക്കുവാൻ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തനാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം
കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർ നിന്റെ പ്രവർത്തിയും അവരുടെ മക്കൾക്കോ നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അത്യുന്നതനെ മരണമസിനെയും സർവശക്തനെയും പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ ഇടയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിലവിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസനാമനക പരിചയം പലനെയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന ആശ്രതയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്തായിരം പേരും നിന്റെ വലത് വശത്ത് 10,000 പേരും വീഴും. എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടമാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സംഗീതമാകുന്നു. നീ അത്യുന്നതനെ നിന്നെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് പങ്കിയില്ല. ഒരു ഭാഗ്യം നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലുകൾ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമാവിനെയും നീ ലഭിച്ചു കളയും. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവനെന്നെ വിളിച്ചപേക്ഷിക്കും. ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മോത്തപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവനെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 തമ്മിലുള്ള വാദിത്രം കൊണ്ടും നീള കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെയും രാത്രിനാളും നിന്റെ വിശ്വസ്തയെ വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യുന്നതമായവ തന്നെ. പ്രായനായ മനുഷ്യനത് അറിയുന്നില്ല. മൂടനത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ തളിക്കുന്നതും എന്നേക്ക് നശിച്ചു പോവേണ്ടതിനാകുന്നു. നീയോ യഹോവേ, എന്നേക്കും അത്യുന്നതനാകുന്നു. യഹോവേ, നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിത്തിൽ പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുമതിന് കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ ഗ്രഹിപ്പിക്കുന്നു. എന്റെ കണ്ട എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവിയനോട് എതിർക്കുന്ന ദുഷ്ടങ്ങളെ കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻപന പോലെ കഴിക്കും. ലഗ്നമോനിലെ ദേവതാൽ പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നർത്തനയായവൻ നമ്മുടെ ദൈവത്തിന്റെ പ്രകാരങ്ങൾ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവൻ പലത് വായിച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ച് മറ്റു പിടിക്കും. യഹോവ നേടുന്നവൻ അവനെ അവന് നീതിയല്ല എന്ന് കാണിക്കേണ്ടതിനാൽ തന്നെ ദൈവമേ സ്തുതിക്കുമാറുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വേദിയുടെ നേതൃത്വത്തിൽ ഈ സമയം ഭവനത്തിലേക്കുള്ള ശവസംസ്കാര ക്രമത്തിന്റെ 3ാമത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. പോലെ ഭൂമിയിലാണ് നമുക്കാവശ്യമുള്ള പൂന്തരണമേ. നടക്കാരുടെ സൂക്ഷിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രദർശിപ്പിക്കരുത്. പിന്നീട് ശക്തിയും മഹത്വവും സമാധാനം വാഴ്ത്തപ്പെട്ടവരാണ്. വാഴ്ത്തപ്പെട്ടവരാണ്. ശുദ്ധമുള്ള ഇപ്പോഴെപ്പോഴും നമ്മുടെ സമയത്തിൽ അനുഗ്രഹങ്ങൾ തന്നെ കടലാന്തരത്തിൽ പ്രമാറാകണമേ. നഷ്ടപ്പെടുന്നു ഭക്തികൽപ്പനയാൽ വിട്ടുപോയ ദുഷ്ടങ്ങളായ മനസ്സിലാക്കാരിൽ നിന്നും താങ്കളാർദ്ധങ്ങളിൽ നിന്നും ഈ ആത്മാജീവന്റെ സാന്ത്വനാരോട്ടമാറാകുന്നു. ഇതാമത്തിനും പശുവായനായുള്ള കോഴലായപ്പോഴും വെണ്ണന്റെ പശുമാരുടെ സംരക്ഷകനാഥദേവ മണ്ണിൽ ചേരും ഭക്തമഹത്വം വാഴട്ടെന്നും നന്ദിയകളിലൂടെയോൻ തെളിയട്ടെ. ഭാരതമോ കബരി എഴുന്നേൽപ്പിച്ചോ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാശത്തിനും വിധവ സുതനെ വിടുവിച്ചോ. നാം എല്ലായ്പ്പോഴും ശ്രമമെന്നെ സ്തുതിച്ച് ആരാധിക്കണം. നാമെല്ലാവരും തിരിച്ചേർത്താകുന്ന കരുണയും മനോഗുണവും യാചിക്കണം. നമ്മളെ സഹായിക്കുകയും മാത്രവും പ്രാപവും പകർച്ചയും മാഞ്ഞുപോകാത്തതായ എല്ലാവരത്യവും പ്രധാനത്തിലും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരം നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും ലാഭത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിലിരിക്കുന്നവരുടെ ധൈര്യമായ കർത്താവിനും തന്റെ ദാസിയുടെയും വർണ്ണാനുദർശിച്ചു നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. സുകുലഭൂനിയവുമോ ആദിയിലുണ്ടായിരുന്ന ഇപ്പോൾ ഉള്ളവനും
എന്നേക്ക് നിൽക്കുന്നവനും തന്റെ പിതാവിനും ആക്കത്തിൽ വിശുദ്ധമാരോടുകൂടെ വരുവാനിരിക്കുന്നവരുമായ തമ്പുരാനെയും സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും 10,000 മുമ്പായി പരിഭ്രമിച്ച് പറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നീ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ധരിച്ചു ചേർന്നമായ സർവശരീരങ്ങളും മുറിനായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെ സൃഷ്ടാവും നിർമ്മിതാവും നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും വഴിയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപുരവിനകവും ഭയങ്കരമായ സിംഹാസനം മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാന്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ സഹോദരിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. നിന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഒറ്റനേൽപ്പിക്കുമെന്ന് ജീവനതിരുവായി കൊണ്ടവരെ ചെയ്തിട്ടുള്ള ആലോചനം ഞങ്ങളിലെയും വിനാശയിലും നിറവേറ്റണമേ. ഞങ്ങളും വാങ്ങിയപ്പോൾ നിന്റെ വലത്തുഭാഗത്ത് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയ സ്തോത്രം നിറയേറ്റുകയും ചെയ്യുമാറാകണമേ. വഴിയായി ഞാൻ പോകുന്നേരം കേട്ടേൻ ഗുരുനാഥം സതീശൻ അരികെ നിന്നേറ്റം കേരം തോന്നും വിരതത്തെ പാലന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സന്ത പാരാത്തിൽ പാടുന്ന രസനസമേതം ചോദിച്ച് കേഴും നെന്തിനേവം സുന്ദരരെ കഥയോടെന്തിന് പാടിയിടും എന്തോ മൂട മിണ്ടാതെ കാണുന്നൊരു സൗന്ദര്യം പാഴായി പോയിടും ഈ മരണശേഷം വായിക്കും ഈ സൗന്ദര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈ സൗന്ദര്യം പാഴ്പൊടിയിന്മേൽ സന്ധ്യാവേളയിൽ വാടിയിടും ഭൂമിന് തുല്യം കനിയുഗത്താവേ ജീവൻ നൽകി തേജോ വസന്നി അതിനെ അണിയിച്ചിടണമേ സർവ സ്തോത്രം സ്തോത്രം ബലവാന്മാരും ദയാലുമായ ദൈവമാലത്താവേ കൃഷ്ണൻ എടുത്തിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ആശ്രയിക്കുന്ന ദൈവം കൈക്കൊണ്ട് സ്വർഗീയ ഇസ്ലാമിൽ മഹനീയവാസത്തിൽ ആശ്വസിപ്പിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിലും പാപമുണ്ടമോ നേതൃത്വത്തിലും ഭാഗമുള്ള മുഖപ്രസംഗിക്ക് അർഹാക്കുകയും ചെയ്യണമേ. പരിചാരിക സമാധാനം കൈക്കൊള്ളുക കൺവശമകുലം മോചിക്ക ഇവനെ വിധിക്കരുതേനാഥ
നിർമ്മായം നീരകന്ത അപരാധികളർഹിച്ചിടും മരണത്തിന് രക്ഷിതയ കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവർ പോകേണം പാറകുമോ പുരോവൻ ോകാദീശോ അവരുടെ കതികാരവും അവകാശമതും ബലവാനാം സൃഷ്ടാവരെ വിസ്തരണം ചെയ്യാൻ സാക്ഷാലവകാശികളും സ്വയം ദാസരും അവരല്ലോ നിൻകൈകളിൽ നിന്നവരെ മരണത്തെ ഞാൻ നിദ്രാഹിതീരന്നിൽ ദൈവം നടത്തിയിടും വിയോക്തം ചെയ്തും ഞാൻ പാർക്കുമോ ദാനത്തിൽ സർവമഹത്വം ചാത്തിയിടും സൂനോപൻ ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിയിടും കരുണാസമ്പൂർണ പുനരുദ്ധാരദിനെ നിന്നുടെ സൃഷ്ടിയെ പുതുതാക്കിയിടണം പ്രതിബന്ധം ഹൃദയാ വേറായി വീരണ്ട തീർന്നൊരു സജയ്ക്കാൻ പ്രാർത്ഥിച്ചിരുന്നു അവരം മകനേ മോചിക്കുക പാപം മായിക്കുക ദോഷം സത്യമിടും വിധിയിൽ പാടേണം പരിശുദ്ധന്മാരോ തിവനിൻ സ്തുതിഗീതം ഒന്നവനും വരുവോ നമ്മതന്നുയിൽ സുതനന്മ ശരീര കൃപ നിറയും മസിഹ ഹൃദയാം നിന്ദാസി ഉദ്ധാനം നൽകി നവ്യതയും സ്വർഗേ മോദവുമേ ഗേനം കണ്ണുകളിൽ കണ്ണേ ശ്രുതികളിലാരാമം അയ്യം വിളിവായിൽ വ്യതയകമീനാദ നൽകണമാശ്വാസം ഇടതിലിളവില്ല ഓടി നടന്നോളെ കബറതിലേക്കെന്തും നവരന്മാനാഥ ഗണമാശ്വാസനിതിന്നപരാധം ഔവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതിഭൂഗീനാഥ നൽകണമാശ്വാസം ഇരുള്ളൂരപ്പം മന്ദിരമതിവാണാണ് ബുധരോട് കബറാക പുനരുദ്ധാനമിവൾ പ്രാർത്ഥിപ്പിൻ പ്രേരയൻ പേർക്കല്ലായി പോഴുമിന്നെയോർപ്പിൻ ഞാൻ ഹൃദയാൽ പെട്ടേനെ പാപത്തെ ഓർത്തഞ്ചുന്നേ ഈ പ്രാർത്ഥനയ ഞാൻ നേരിടാം പിൻകുറിയിൽ സന്ദേശമർ നടന്താസി സോമോനൽ വന്നീരും ഈരന്മാർ പറുദീസായിൽ നിന്നാൽമത്തെ പുകയ്ക്കും സന്തോഷിക്കും കാർമികരോപ്പം ദേവസായൻ മാർഗത്തിൽ കൂട്ടായിരുന്ന ശ്രീ വായാലഞ്ചി വെങ്കാത്തേടണം കർത്താവെ ന്യായ തീർപ്പിൽ ശ്രീപ്രമേൽ മോർത്താവെ പോലൻപ
എന്നെ വാഴ്ത്തുമ്പോഴും മരണമടഞ്ഞപ്പോൾ യാക്കോബവളെ സംസ്കാരം ചെയ്തധികം ഗേദം കൊണ്ട് ജീവിതയെ പ്രതി കേടേണ്ട ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്നേഹമുടത്തിയ സൽപുത്ര ഹൃദയേറ്റോനെ ഞങ്ങളെ രണ്ടാം ഹൃദയം കനിവാൽ കാക്ക ഹല്ലേലൂയ. സകലർക്കും ഫലമേകുമ്പോൾ നീതി നിമിത്തം വിധിഗേഹം ബഹുവീതികരം ഹല്ലേലൂയ. നിന്നുടെ നീതിയെ ദോഷം ലംഘിച്ചെങ്കിൽ ഞാൻ നരകത്തിൽ തൊഴിയും നിൻ വരസമ്പത്ത് ഹല്ലേലൂയ. അനുതാപത്തിൽ ഞങ്ങിട കേൾപ്പതിനാൽ സോദരരെ ഗ്രഹിക്കും ഹല്ലേലൂയ. മൃദയാൻ മൃദരെ മായിച്ചോനെ ഈശോദൃഭരെ നിൻകൃപയെ വാഴ്ത്തും ഞാൻ ഹല്ലേലൂയ. ജീവനുയർപ്പിൽ സകലർക്കും നൽകാൻ വദന ജീവിച്ചോനെ സകലേശാത്മജനേ സ്തോത്രം ഹല്ലേലൂയ. മൃദലാകത്ത് ഹസ്തികളിൽ മേലാശിസഭരിതു ഹല്ലേലൂയ. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു നിൻ സത്യാത്മാവെത്തിയെനിക്ക് ഹല്ലേലൂയ. പരദേശിൽ നിന്നെ താരാത്മജ വിമലാത്മായി എന്നും സ്തോത്രം. കബരിക്കുള്ളതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ഹിരിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ളതായും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങളിലേക്ക് പറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. പാർക്കുമോ സ്തോമൻ കാലോസ് കുറിയലായിസ്. ഈ സമയം മരിച്ചവർക്ക് വേണ്ടിയുള്ള ധൂപ പ്രാർത്ഥന നടത്തുകയാണ്. മക്കളിലപ്പം ഹാലേലുയ്യാവക്കന്മായ ദൈവം മരണത്താലേ നിന്റെ പേരിൽ ജീവൻ ശരീരം പാട്ടി ഭയം ജീവൻ ഞങ്ങൾക്ക്
ദൈവത്തിന്റെ സ്നേഹവും ഏകാദനാം പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധമാവാസവും നാം എല്ലാവരോടും നമ്മുടെ ശരീരപ്രകാരമായി ആത്മാവിനോടുകൂടെയും വിശുദ്ധ വേർപാടിന്റെ വേദന കഴിയുന്ന പ്രിയപ്പെട്ടവരോടും ഒന്നിച്ച് ഇപ്പോഴെപ്പോഴും നാം ഉണ്ടായിരിക്കുന്നവരാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇനി ഭവനത്തിനകത്ത് ധൂപപ്രാർത്ഥന നടത്തും. എല്ലാവരും ഇവിടെ തന്നെ നിന്നാൽ മതിയാകും. വൈദികൻ ശുശ്രൂഷകനും അകത്ത് നിന്ന് അവിടെ ധൂപപ്രാർത്ഥന നടത്തുന്നതാണ്. ഇനിയുള്ള കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ സമയം ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഈ മാതാവിന് നല്ല ഒരു യാത്രയയപ്പ് നൽകുവാനും സമാധാന ചുംബനം നൽകുവാനുമുള്ള അവസരമാണ്. അതിനുശേഷം ഭൗതിക ശരീരം ഇവിടെ നിന്ന് ദേവാലയത്തിലേക്ക് അവസാനത്തെ ശുശ്രൂഷയ്ക്കായും ഭൗതിക ശരീരം കബറടക്കുന്നതിനായിട്ടും കൊണ്ടുപോകുന്നതുമാണ്. പരമാവധി എല്ലാവരും ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദേവാലയത്തിലേക്ക് കടന്നു വന്ന് അവിടെ ശുശ്രൂഷകൾ പങ്കുകൊള്ളുവാനുമായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കടന്നു വന്നവർക്ക് പള്ളിയിലേക്ക് പോകുവാനായിട്ട് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള പരമാവധി എല്ലാവരും അവരുടെ വാഹനങ്ങളിലും ക്രമീകരിച്ചിട്ടുള്ള മറ്റു വാഹനങ്ങളിലുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നാളെ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ ഈ മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് രാവിലെ 6:30 മണിക്ക് പ്രഭാത നമസ്കാരവും 7 മണിക്ക് വിശുദ്ധ കുർബാനയും ദേവാലയത്തിലുണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കഴിവുള്ള എല്ലാ ആളുകളും തന്നെ ആ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാനും മാതാവിന് വേണ്ടി കവറിന്റെ ധൂപപ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ സമയം സമാധാന ചുംബനം നൽകുവാനുള്ള സമയമാണ്. ഓരോരുത്തരായിട്ട് വരിയായി ഭംഗിയായി വന്ന് ഈ മാതാവിന് ഏറ്റവും ഉചിതമായ രീതിയിൽ യാത്രയയപ്പ് നൽകുവാൻ, പ്രത്യാശയുടെ യാത്രയയപ്പ് നൽകാൻ തക്കവണ്ണം ഇത് ദുഃഖത്തിന്റെ അനുഭവത്തെക്കാൾ ഉപരിയായിട്ട് ഈ മാതാവിനോട് ചേർന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ഒരുമിച്ച് ചേരാമെന്നുള്ള ആ വലിയ പ്രത്യാശയുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരനുഭവമാണ്. ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്നുവെങ്കിൽ തന്നെയും ശരീരപ്രകാരം വാങ്ങിപ്പോകുന്നുവെങ്കിൽ തന്നെയും നമ്മൾ ദൈവസന്നിധിയിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് പിതാവിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. വലിയ പ്രത്യാശയോടുകൂടി മാതാവിനെ നയിക്കാൻ നമുക്ക് സാധിക്കണം. ദുഃഖത്തെക്കാൾ ഉപരിയായിട്ട് ആ വലിയ പ്രത്യാശയുടെ ഒരു വലിയ വെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവിന്റെ വെളിച്ചം കടന്നു വരുന്ന അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ വലിയ പ്രത്യാശ നമ്മളെ ഭരിക്കുവാനിടയാക്കട്ടെ. ഈ സമയം സമാധാന ചുംബനത്തിനായിട്ട് നമുക്ക് കടന്നു വരാം. തെളിവാകും മാതാ നിന്റെ വികർമ്മ ഫലഭാഗി എന്റെ കടക്കൽ
നിത്യവിധീശൻ തിരുസന്നിധി സുമുഖ സ്നേഹിതനോടു മോദി പോരി സമാധാന ചിന്തകൾ നൽകിയ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് നിന്ന് ശാന്തമായിട്ട് തിരക്കൊന്നുണ്ടാക്കാതെ ശാന്തമായിട്ട് സമയമുണ്ടെങ്കിൽ ശാന്തമായി എല്ലാവരും സമാധാന ചിന്തകൾ നൽകി ഈ മാതാവിനെ യാത്രയേക്കാത്തവണ്ണ ചോദ്യത്തിനെന്ന് ഓർപ്പിക്കുന്നു. സമാധാന ചിന്തകൾ നൽകിയവർ അവരവർക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന വാഹനങ്ങളിൽ കയറി ദേവാലയത്തിലേക്ക് പോകുവാനുള്ള ക്രമീകരണങ്ങൾ പ്രത്യേകമായിട്ട് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്ന കാരണം ആംബുലൻസ് വരുന്ന സമയത്ത് വലിയൊരു തിരക്കുണ്ടാവാത്ത രീതിയിൽ നമുക്ക് ആ യാത്ര ക്രമീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ മറ്റുള്ളവർ വാഹനങ്ങളിൽ കയറി മുൻപിൽ അതൊരു വികാരയാത്ര ഏറ്റവും ഭംഗിയായിട്ട് ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇപ്പോൾ തന്നെ ക്രമീകരണങ്ങൾ ഇവിടെ നിൽക്കുന്നവർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിൽക്കുന്നവർ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം സമാധാന ചിന്തനം നൽകി കഴിഞ്ഞവരാണെങ്കിൽ അവരെല്ലാം വാഹനങ്ങളിൽ കയറി ദേവാലയത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ കൂടെ കൂട്ടാൻ കൂടി നിന്ന് വർത്തമാനം പറയുവാൻ ഒരവസരം ഉണ്ടാവുമ്പോൾ ശാന്തമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് സമാധാന യാത്രയാക്കാൻ തക്കവണ്ണം സാധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നിവാസികളെ ശുഭമോടുവാണിടുവിൻ ലോകമയന്മാർക്കില്ല ഗുണം കാലം മൂലം എന്റെ കണക്കല്ല സർവരഹസ്യവിധീശൻ തൻ തിരുസന്നിധി ലോകവും അതിലെ നിവാസികളുമേ സമാധാനത്തോടെ വസിപ്പി. എന്തെന്നാൽ താൽക്കാലിക ജീവിതത്തെ ആഗ്രഹിക്കുന്നവന് ലോകം യാതൊരു പ്രയോജനവും നൽകുന്നില്ല. ഇതാ നിന്നിൽ നിന്നും എന്നെ കൊണ്ടുപോകുന്നു. ഞാൻ പോയി
സകല രഹസ്യങ്ങളുടെയും ന്യായാധിപന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കുവാൻ പോകുന്നു. ഈ ദാസിയെ കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നതിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവം നൽകിയ ആയുസ്യനായ ദൈവത്തെ സ്തുതിക്കുന്നതിനും ഓർപ്പാടിന്റെ വേദിയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനുമായിട്ടാണ് നാമൊക്കെയും ഇവിടെ കൂടി. ഇതുപോലുള്ള സമയത്ത് മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള വിശ്വാസവും പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അപ്രസക്തങ്ങളാണ്. കാരണം മരണത്തിന്റെ ശക്തി യഥാർത്ഥമാണ്. മരണം ഏൽപ്പിക്കുന്ന മുറിവ് ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ടുപിരിയുമ്പോൾ ദുഃഖവും പ്രയാസവും ഒക്കെ ഉണ്ടാകുന്നു. ഈ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ മരണവും രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തിന്റെ ക്ഷണികത. രണ്ട്, വരുമാനം ലോകത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ആവശ്യകത. നാമൊക്കെയും വിലാഭവനങ്ങളിൽ പോയി വേദനയിൽ കഴിയുന്നവരെ ആശ്വസിപ്പിക്കുന്നവരാണെങ്കിലും പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ മറന്നുപോകാനാണ് പറയുന്നത്. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് വിരുദ്ധ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാഭവനത്തിൽ പോകുന്നത് നല്ലത് എന്നുള്ള വാക്കുകളിൽ കൂടെ ശലോമൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ ശവപ്പെട്ടികളിൽ ഇന്ന് ഞാൻ നാളെ നീ എന്ന വാചകം എഴുതിയിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്. ഒരുപക്ഷെ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയമായിരിക്കാം ഈ രണ്ട് കാര്യങ്ങൾ മറക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കും. എന്നാൽ ഒരു കാര്യം എപ്പോഴും നാം ഓർക്കണം, മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കൽ നാം അഭിമുഖീകരിച്ചിട്ടില്ല. മരണത്തെ തടയുവാൻ ആർക്കുമാവില്ല, ഒന്നിനുമാവില്ലായിരുന്നു. സാധാരണ പറയാറുണ്ട്, we cannot avoid death, but we can avoid unprepared death. മരണത്തെ നമുക്ക് വീക്ഷിക്കാനാവില്ല, എന്നാൽ ഒരുക്കമില്ലാത്ത ജീവിതം മരണത്തിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനാവും. ഈ ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ചിന്ത നമ്മെ ഭരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിയും.
വ്യക്തിബന്ധങ്ങൾക്ക് ശൈഥില്യം സംഭവിക്കാതിരിക്കാൻ നമുക്കറിയാമല്ലോ, ജീവിതം ബന്ധങ്ങളുടെ സമാഗമനമാണ്. ആ ബന്ധം ആത്മാർത്ഥവും സുഭദ്രവുമാകാൻ കഴിയുമെങ്കിൽ ഈ ചിന്ത നമ്മെ ഭരിച്ചേ മതിയാവുകയുള്ളൂ. പലപ്പോഴും പലരുടെയും പെരുമാറ്റങ്ങളും സംസാര രീതിയും ഒക്കെയും കാണുമ്പോൾ തോന്നിപ്പോകാറുണ്ട്, അവരൊക്കെയും ചിരഞ്ജീവികളാണോ. അവരുടെ പാടുന്ന പാട്ടുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ പാട്ടുകളൊക്കെയും മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടിയല്ല, പിന്നെയോ അവർക്ക് കൂടിയിരിക്കുന്ന ജനത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ അവരെ ഈ ലോകം ശരീരതയെയും ഒഴുക്കത്തിന്റെ ആവശ്യതയും ഓർമ്മിപ്പിക്കുവാനായിട്ട്. രണ്ടാമതായിട്ട് പരിശുദ്ധ സഭയിലെ ഭരണാനന്തര ശുശ്രൂഷകളിലെ പ്രാർത്ഥനയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, മരിച്ചു കിടക്കുന്നയാൾ നമ്മോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്: നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മിൽ നിന്നും വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഇനിയും നാം ചെയ്യുവാനായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അത് മാത്രമാണ്. നമ്മുടെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കാവുന്നതും അതിൽ കൂടെയാണ്. പ്രാർത്ഥനയെ പറ്റി പല പ്രവചനങ്ങളും പറയാറുണ്ട്. എന്ന് പറയും. അതൊരു വശമാണെങ്കിൽ പ്രാർത്ഥന സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഏത് മനുഷ്യനും തെറ്റുകൾക്കും കുട്ടികൾക്കും പാപങ്ങൾക്കും അതീതരായിട്ടാരും മനുഷ്യദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് അതിക്ക് വേണ്ടി ക്ഷമിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ ദാസി മംഗളഭാഷയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ വരെയും പുസ്തകത്തോടുകൂടി എഴുന്നേൽക്കാൻ യോഗ്യയാകുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഈ ദാസി നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നാം ചിന്തിച്ചു പോകാറുണ്ട്, നാം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമ്പോൾ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. എപ്പോഴും നാം ഓർക്കേണ്ടത്, നാം നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, ബാക്കി ദൈവത്തിന് വിടുക. എന്താണ് നമ്മുടെ ഡ്യൂട്ടി മരിച്ചതോട് ചോദിച്ചാൽ, ഡ്യൂട്ടീസ് ടു അക്കോർഡ് ഹർ ഇൻ അവർ പ്രേയേഴ്സ്. അതാണ് ഈ ദാസി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതായത് ഈ ദാസിയോടുള്ള സ്നേഹമാണ് ഇന്നിവിടെ വരാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ആ സ്നേഹബന്ധം ഈ ശരീരം നമ്മുടെ മൊത്തമായ നേത്രങ്ങൾക്ക് മറയുന്നതോടുകൂടെ ഇല്ലാതായി പോകരുത്. രണ്ട് കാര്യങ്ങൾ ഈ ദാസി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്. മറ്റൊന്ന്, ദാസിക്ക് നമ്മുടെ ഒഴുക്കത്തെക്കുറിച്ച്. ഈ രണ്ട് കാര്യങ്ങൾ സ്മരണയിൽ വെച്ചുകൊണ്ട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. നിസ്തർക്കമാണ് എന്ന് നമുക്കറിയാം. ഇടവകയുടെ ശുശ്രൂഷ സംഘത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ശുശ്രൂഷ സംഘം ഭൗതിക ശരീരത്തിൽ ശോഷത ധരിപ്പിച്ചു. അവസാനത്തെ ശുശ്രൂഷ Amen.
Hallelujah.
എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്രകാരം ദൈവം യേശുവിൽ ഉൾപ്പെട്ട് മരിച്ചവരെ ഓരോരുത്തരും നമ്മുടെ കർത്താവിന്റെ ജീവനോടെ അവശേഷിക്കുന്നതായവർക്ക് നിത്യ പ്രാവശ്യത്തെ പിന്തുടരേണ്ടതില്ലെന്ന് കർത്താവിന്റെ വചനം ആധാരമാക്കിയാൽ നമ്മുടെ കർത്താവ് പ്രധാനമാകാത്ത ആത്മവിളിച്ചത് ദൈവത്തിന്റെ കാത്തുകയും ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവരും. അപ്പോൾ മനുഷ്യനായി മനുഷ്യനാദ്യം ഉദ്ധാനം ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടി ലഭിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയെല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിനോട് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചുകൊള്ളുകയും നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശിശുനായിട്ട് വിശുദ്ധായ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിക്കുകയും കേൾക്കണം.
പുറപ്പെട്ട സദൃശമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദിവ്യശികളെ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാകട്ടെ തങ്ങളുടെ ദിവ്യശികളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണയും എടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ട് അവരെല്ലാവരും വന്ന് തുടങ്ങി. അർദ്ധരാത്രിക്ക് ഇതാ മണവാളൻ വരുന്നു, അവന്റെ ഹൃദയത്തിന് പുറപ്പെടുകയെന്ന ആത്മയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദിവ്യശികളെ അറിയിച്ചു. ആ ബുദ്ധിഹീനോട് ഇതാ ദിവ്യശികൾ കെട്ടുപോയതുകൊണ്ട് നിങ്ങളെ എണ്ണയിൽ നിന്ന് കുറേ ഞങ്ങൾക്ക് തരികയായിരുന്നു. ആ ബുദ്ധിമതിയായിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മതിയാകും, നിങ്ങൾക്ക് ചുമതലകളിൽ പോയി വാങ്ങുകയും എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ നമ്മളോട് ശാരീരം പ്രവേശിച്ചു. വാലടക്കപ്പെടുകയും ചെയ്തു. കൊടുക്കും അവന്റെ ക്രിയമാനം പ്രഭോ പ്രഭോ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അവരുത്തരമായിട്ട് അവരോട് നിങ്ങളെ ഞാനെന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ആയതുകൊണ്ട് ജാഗ്രതയായി ചെയ്തു. പറഞ്ഞപ്പോൾ ഞാൻ
സൂക്ഷിച്ചു നിങ്ങളിൽ നിന്ന് സംതൃപ്തിയും ഞാൻ പറയും ദൈവമായ കാരണയായിരിക്കും ഞാൻ നന്ദി അന്വേഷിക്കും ഞങ്ങളുടെ
ഇനി ഭൗതിക ശരീരം കല്ലറയിലേക്ക് സംസ്കരിക്കുവാൻ തക്കവണ്ണം കൊണ്ടുപോവുകയാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവരും തന്നെ പടിഞ്ഞാറേവാതി വഴിയെ ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങി സെമിത്തേരിയിലേക്ക് കടഞ്ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ഇറങ്ങിയതിനു ശേഷം അതിന്റെ പിന്നാലെയായി ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് അതിനുവേണ്ടി ക്രമീകരിക്കപ്പെട്ടവർ അത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ധൂപപ്രാർത്ഥന നടത്തിയതിനു ശേഷം സെമിത്തേരിയിൽ കൊണ്ടുനടക്കുകയും ചെയ്യുന്നതാണ്. നാളെ രാവിലെ 6:30 മണിക്ക് ദേവാലയത്തിൽ പ്രഭാത നമസ്കാരവും 7 മണിക്ക് വിശുദ്ധ കാര്യങ്ങളായിരിക്കുന്നതാണ്. അതിനകമാണ് എല്ലാവരും ഒരുക്കി വരുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. വെളിവാകും നാഥ നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മരണദൂതൻ എന്റെ പിന്നാലെ വന്നപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും സൂക്ഷിച്ചു നോക്കി. എന്റെ സഹായത്തിന് ആരെയും ഞാൻ കണ്ടില്ല. തന്നോടപേക്ഷിക്കുന്നവർക്ക് പ്രത്യക്ഷപ്പെടുന്നവനായ കർത്താവേ, നിന്റെ ദൈവത്വത്തിന്റെ വലതുഭാഗത്ത് ഈ ദാസനെ നിർത്തണമേ. വത്സലരേ സത്യം കബറിൽ കൂടി ും സ്തുത്യൻ മാർത്താമറിയാം സോദരനാകും ജീവൻ കൽപ്പിച്ച അപ്പോഴായേതരം ജീവിക്കും നിന്നാനത്താൽ മൃതസംഗേദേവന്മയാമോടായി നിയമം തള്ളിയ മൺമയനേകേതി കേണ്ടാനീ മൃതിയും ജീവനുമേകീടും മക്കളപ്പൻ ഇതുപോലെ ദൈവം കൃപ
താലേ നിന്ദ്രവയ്യ ജീവൻ ഏവർക്കും നൽകുന്നു അവരവരുടെ അവരവരോടേടുന്നു പാർക്കുമോ ശരീരം സമ്മാനം ചെയ്തോ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ കേട്ടറിയിച്ചു ഞാൻ എന്നും കർത്താവേ ആകാശം ഭൂമി സൃഷ്ടികർത്താവിനാകുന്നു എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നിങ്ങളെവരെയും ദൈവമായ വാഴ്ച ഗുണപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ നിങ്ങളുടെ വിശ്വാസനായ സ്ഥലപരേർക്കും ആശ്വാസം ഭാവിയായി നൽകുമാറാകട്ടെ. എല്ലാവരും പരിശുദ്ധമായുള്ള ബലഹീനം ഞങ്ങളോട് കരുണ ചെയ്യണം. വന്നവനും വരുവോരം ഉദനിന്നു ശരീര മക്കൾ കരുണനിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുനരാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ തനിയണമേ. അവരവേ ദൈവീയും യാക്കോബിനുടെയും മടിയിൽ ആങ്കണമേ. കൊന്നവനും വരുവോ തന്നുയരും ഉദരുന്നു ശരീര മക്കൾ പാടണം.
നാം എല്ലാവരോടും മണ്ണും വഴിയായി നമ്മൾ വാങ്ങിപ്പോകുന്നു ഇത്